എല്ലാവർക്കും നമസ്കാരം. സി ജനറൽ PSCയുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷകളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്സിനകത്തെ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ ഓരോ ആഴ്ചകളിലായിട്ട് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു മാത്സിന്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷ, അതിന്റെ എക്സാമിനേഷൻ ഡേറ്റ് കൂടി നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. കമ്പനി ബോർഡ് LGS പരീക്ഷ എഴുതുന്ന ആളുകൾ 2 ഘട്ടങ്ങളിലായിട്ട് പരീക്ഷ പൂർത്തിയാക്കണം. ഒരെണ്ണം നമ്മൾ പ്രിലിംസിന്റെ പരീക്ഷ എഴുതണം, തുടർന്ന് നമ്മൾ മെയിൻസിന്റെ പരീക്ഷയും എഴുതണം. സോ പ്രിലിംസിന്റെ പരീക്ഷ നടക്കുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ ഒരു കാലയളവിലാണ്. നമുക്ക് പഠിക്കുവാൻ ഏകദേശം 5 മാസത്തെ സമയമാണ് കിട്ടുന്നത്. ഈ 5 മാസത്തെ പ്രിപ്പറേഷനോട് കൂടിയാണ് നമ്മൾ പ്രിലിംസിന്റെ പരീക്ഷ എഴുതിയെടുക്കേണ്ടത്. തുടർന്ന് നിങ്ങൾ ആ ഒരു പരീക്ഷയിൽ ഒരു നിശ്ചിത മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ മെയിൻസിന്റെ പരീക്ഷയിലേക്ക് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതൊരു ഏകദേശ കട്ട് ഓഫ് പിന്നീട് മാത്രമായിരിക്കും കൃത്യമായിട്ട് പറയുന്നത്. അത് തുടർന്ന് ഇങ്ങോട്ട് നമ്മുടെ മെയിൻസിന്റെ പരീക്ഷകൾ നടന്ന് ഒരേ സിലബസിലെ 2 പരീക്ഷകൾ നടന്നുകൊണ്ട് 2027 നമ്മൾ പ്രതീക്ഷിക്കുന്ന റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. ആ 2027 നിലവിൽ വരുന്ന റാങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ റാങ്കുകളിലേക്ക് നമ്മളുടെ പേരുകൾ എത്തിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപാട് അഡ്വൈസുകൾ പോകുന്ന സംസ്ഥാന തലത്തിൽ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു PSC പരീക്ഷയാണ്. അതായത് 7ാം ക്ലാസ് യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഇത്രയും പെട്ടെന്ന് ഒരു 2027, 2028 കൂടി നിങ്ങൾക്ക് സർവീസിൽ കയറുവാനുള്ള വലിയൊരു ഗ്രാൻഡായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ കമ്പനി ബോർഡ് LGS പരീക്ഷകൾ തുറന്നു വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ സീരിയസ് ആയിട്ട്, കാരണം ഇതുപോലെ ഒരു അവസരം നമ്മുടെ മുമ്പിലേക്ക് ഇനി വരണമെങ്കിൽ ഒരു 3 വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ വീണ്ടും മറ്റൊരു അവസരം വരുത്തുള്ളൂ. അതുകൊണ്ട് കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഓരോ ദിവസങ്ങളും കിട്ടുന്ന പരമാവധി സമയം പഠനത്തിന് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കമ്പനി ബോർഡ് LGS പരീക്ഷ നിങ്ങൾ ക്രാക്ക് ചെയ്യണം. കാരണം ഇതൊരു വലിയൊരു അവസരമാണ്. നിങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടിയതിന് ശേഷം മറ്റുള്ള ജോലികൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ്. നമ്മുടെ മനസ്സിന്റെ സ്ട്രെസ് കുറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റു പരീക്ഷകൾക്ക് വേണ്ടി കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നിലവിൽ നമ്മളൊരു ഗവൺമെന്റ് സർവീസിലേക്ക് കയറണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതൊരു നിങ്ങൾക്ക് വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതായത് 10ാം ക്ലാസ് യോഗ്യതയിൽ നടത്തുന്ന അല്ലെങ്കിൽ 7ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എഴുതാൻ സാധിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ്. നമ്മളുടെ നിയമനങ്ങൾ നടക്കുന്നത് സംസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന വിവിധ കമ്പനികള്, ബോർഡുകള്, കോർപ്പറേഷനുകളിലേക്കുള്ള ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് തസ്തികയിലായിരിക്കും നമ്മൾ നിയമിക്കപ്പെടുന്നത്. എന്നിരുന്നാലും നമ്മളുടെ ശമ്പളം ഏകദേശം എങ്ങനെ പോയാലും ഒരു 24,000 മുതൽ ചില നമ്മുടെ ഈ ബിവറേജസ് ഔട്ട്ലെറ്റുകളിലാണ് നമുക്ക് നിയമനം കിട്ടുന്നതെങ്കിൽ ഏകദേശം 32,000 രൂപയോളം ശമ്പളമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ. നന്നായിട്ട് തയ്യാറെടുത്തുകൊണ്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഓരോ ദിവസങ്ങളിലെ കഴിയുമെങ്കിൽ ഓരോ ടോപ്പിക്കുകൾ പഠിച്ചു തീർത്ത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ, ഈ ഒരു കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഒരു സ്വപ്ന ജോലി നിങ്ങളുടെ കയ്യിലിരിക്കും. 2027, 2028 കൂടി നിങ്ങൾക്ക് കേരള സർക്കാരിന്റെ ഭാഗമാകുവാനുള്ള വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ഉള്ള കാര്യം ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കിവിടെ നമുക്ക് മലയാളം പഠിക്കേണ്ട, അതേപോലെ തന്നെ ഇംഗ്ലീഷ് വിഷയം, ഇംഗ്ലീഷ് ചില ആളുകൾ പറയാറുണ്ട്, സാറേ ഞാൻ LDയുടെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്, അല്ലെങ്കിൽ മറ്റു മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുണ്ട്. ചില ആളുകൾ മാത്സ് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. ചില ആളുകൾ മലയാളം വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാറുണ്ട്. മക്കളെ, നിങ്ങൾ LGS കമ്പനി ബോർഡ് LGSന്റെ സിലബസിലേക്ക് നിങ്ങൾ വരുമ്പോൾ 80 മാർക്കിന്റെ GKയും 20 മാർക്കിന്റെ മാത്സുമാണ്.
ആ 20 മാർക്കിന്റെ മാത്സിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്സിന്റെ ചോദ്യങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. 7ാം ക്ലാസ് നിലവാരത്തിൽ ഒരു 7ാം ക്ലാസ്സുകാരൻ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള മാത്സിലെ ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സും അതിന് മുമ്പത്തെ ക്ലാസ്സും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് കൃത്യമായിട്ട് കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു LGS നിലവാരത്തിലെ കേരള PS നടത്തുന്ന വിവിധ മത്സര പരീക്ഷകളിലെ സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പത്തെ വീഡിയോയിലും നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ച ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ ചെയ്യുന്ന ഓരോ വീഡിയോകൾ ചിലപ്പോൾ ലെങ്ത് കൂടുതലായിരിക്കും, ചിലപ്പോൾ 1 മണിക്കൂർ കാണും, ചിലപ്പോൾ 40 മിനിറ്റ് കാണും. നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഒരു ബുക്ക് എടുക്കുക, ആ ബുക്കിനകത്തേക്ക് നിങ്ങൾ വൃത്തിയായിട്ട് ഓരോ ചോദ്യങ്ങൾ എഴുതി അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതി വാ. ഏകദേശം ഈ 6 മാസത്തിനുള്ളിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ, ഓരോ ആഴ്ചയിൽ എന്തായാലും ഓരോ വീഡിയോ വരും. എങ്ങനെ പോയാലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമല്ലേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുള്ളൂ. ആകെ 20 ചോദ്യങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ 6 മാസത്തിനുള്ളില് നമ്മൾ ഇടുന്ന ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളില് എങ്ങനെ പോയാലും ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് ഇത്തരം ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ തുടക്കത്തിൽ ഒരു ബുക്ക് എടുത്ത് കയ്യിലേക്ക് മുമ്പിൽ വെച്ചിട്ട് പേനയും എടുത്തിട്ട് 1ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് 1ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ആ ബുക്കിനകത്തേക്ക് എഴുതുക. നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും അന്നേരം ചെറിയൊരു സംശയം വരും. ആ സംശയം ആ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഒന്നുകിൽ ഞാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലാസിന്റെ കോർഡിനേറ്റേഴ്സോ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി തരും. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാൻ സാധിക്കും. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ മാത്സിന് ചെയ്യുന്ന ഓരോ ചോദ്യങ്ങളും വളരെ വളരെ നിർണായകമായ ചോദ്യങ്ങളും വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് വലിയ പ്രതീക്ഷയുള്ള ചോദ്യങ്ങൾ മാത്രമേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു നിലവാരത്തിൽ നിങ്ങൾ നിന്നുകൊണ്ട് വേണം മുമ്പോട്ട് നടന്നു നീങ്ങുവാൻ എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴും ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ മക്കളെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യണോടാ. ഏത് നിലവാരത്തിൽ പഠിക്കണം, ഏത് നിലവാരത്തിൽ തുടങ്ങി ഏത് നിലവാരത്തിൽ അവസാനിപ്പിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് കൃത്യമായിട്ട് വെൽ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് നടന്നു നീങ്ങണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഇല്ല. അതുകൊണ്ട് ഈ കമ്പനി ബോർഡ് LGS പരീക്ഷ തന്നെ ഉറപ്പായിട്ട് നേടിയെടുക്കണം. അല്ലാതെ അടുത്ത LDക്ക് വേണ്ടി ഞാൻ പഠിക്കുക, അതല്ല. ഈ ഒരു കമ്പനി ബോർഡ് LGS പരീക്ഷ തന്നെ എന്നെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്റെ മുമ്പിൽ 5 മാസത്തെ സമയമുണ്ട്. എങ്ങനെ പോയാലും ഒരു 5.5 മാസം പഠിക്കാൻ കിട്ടും. സോ ഈ 5.5 മാസം നമ്മൾ ആത്മാർത്ഥമായിട്ട് അങ്ങ് ഇരിക്കുക. അതായത് ഉറക്കമൊഴികെയുള്ള പരമാവധി സമയം പഠനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. 5 മാസത്തെ സമയം മതി. ആ 5 മാസം എടുക്കുന്ന എഫോർട്ടിന്റെ റിസൾട്ട് ആണ് അടുത്ത ഒരു 19 വർഷം ഈ സമൂഹത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് വീട് വെക്കണം, കാറ് വാങ്ങിക്കണം, കല്യാണം കഴിക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളതാണ്. സമൂഹത്തിന് മുമ്പിൽ നന്നായിട്ട് ജീവിക്കേണ്ടതാണ്. സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ സേഫ് ആണ്. നാളെ നമ്മളോട് ആരും പറയത്തില്ല, വരണ്ടെന്ന് ആരും പറയത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ജോലി ചെയ്ത് സന്തോഷത്തോടു കൂടി നമുക്ക് സമാധാനത്തോടു കൂടി ഒരു കുടുംബം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. വലിയ സേവിങ്സ് ഒന്നും ഉണ്ടാകത്തില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകും. എല്ലാ മാസം 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് 5 അക്ക ശമ്പളം കൃത്യമായിട്ട് ഉറപ്പായിട്ടും അക്കൗണ്ടിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ വലിയ അവസരമായിട്ട് നിങ്ങൾ അതിനെ കാണണം. വളരെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി നിങ്ങൾ നടന്നു നീങ്ങണം എന്നുള്ള കാര്യം കൂടി ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ 1-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തായാലും മാത്സിന്റെ സിലബസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും ടോപ്പിക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇവിടെ കടുകട്ടി സാധനങ്ങളൊന്നും ഇല്ലടാ. പലിശ പഠിക്കേണ്ട. പലിശയൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമല്ലേ. ജോമെട്രി, ചതുരം, അത് കേൾക്കുമ്പോഴേ പേടിയാം. ഒന്നുമില്ല. ടൈം ആൻഡ് വർക്ക് ഇല്ല. ഇത്രയും ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു LGS പരീക്ഷ എന്ന് പറഞ്ഞാല് 7ാം ക്ലാസ് നിലവാരത്തിൽ നടത്തുന്ന ഒരു പരീക്ഷയാണെന്നുള്ള കാര്യം ആദ്യമേ ഓർമ്മയിൽ വരണം. അപ്പൊ 7ാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരുത്തന്റെ മുമ്പിലേക്ക് അവനോട് പറയുക, നീ എന്നാ ഒരു കാര്യം ചെയ്, സമചതുരപ്പെട്ടിയുടെ വക്രമുഖ അല്ലെങ്കിൽ ആ ചരിഞ്ഞു കിടക്കുന്ന ആ ഒരു സൈഡിന്റെ ഏരിയ എത്ര, അല്ലെങ്കിൽ
ഈ പറയുന്ന സിലിണ്ടറിന്റെ വക്രതല പരപ്പളവ് എത്ര, അങ്ങനെയൊക്കെ ചോദിക്കുവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ 7ാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു ചോദ്യപേപ്പറാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ആ ഒരു നിലവാരത്തിൽ പഠിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് നമ്മൾ ഓരോ ആഴ്ചകളിലായിട്ട് ഓരോ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനി അങ്ങോട്ട് പതുക്കെ പോകുമ്പോൾ ആഴ്ചകളിലെ 2 അല്ല 3 ക്ലാസ്സുകളായിട്ട് മാറും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ഇന്റൻസിറ്റി കൂടും. അപ്പോ അങ്ങനെ പരമാവധി ഉദ്യോഗാർത്ഥികളെ CC-യിലൂടെ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലെ ക്ലാസ്സുകൾ തരുന്നത്. പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. മക്കളെ, ഒന്നാമത്തെ ചോദ്യം ദാ പിടിച്ചു. ഇതാണ്ടേ, എടാ 2x എന്ന് പറയുന്നത് 64 ആണെങ്കിൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദ്യം. എല്ലാ പരീക്ഷകൾക്കും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യം. 2x എന്ന് പറയുന്നത് 64 ആണെങ്കിൽ എക്സിന്റെ വില എത്ര? ഇവിടെ ഒരു കൃത്യംഗ സംഖ്യയല്ലേ? കൃത്യംഗ സംഖ്യ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു സംഖ്യയുടെ മുകളില് മറ്റൊരു സംഖ്യ ചെറുതായിട്ട് എഴുതി കഴിഞ്ഞാല് ആ രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് കൃത്യംഗ സംഖ്യ എന്ന് പറയും. താഴെ നമ്മൾ വലുതായിട്ട് എഴുതുന്ന സംഖ്യയെ പറയുന്ന പേര്, എടാ കുഞ്ഞുങ്ങളെ, ആധാര സംഖ്യ എന്ന് പറയും. മുകളിലെ ചെറുതായിട്ട് എഴുതുന്ന സംഖ്യയെ പറയുന്ന പേര് കൃതി അല്ലെങ്കിൽ പവർ എന്ന് പറയും. അപ്പോൾ x⁻m രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെ പറയുന്ന പേര് കൃത്യംഗ സംഖ്യ. നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഇവിടെ കൃത്യംഗ സംഖ്യ അല്ലേടാ, അവിടെ കൃത്യംഗ സംഖ്യ ആണോ? അല്ല. അപ്പൊ 64 എന്ന് പറയുന്നവനെ കൃത്യംഗ സംഖ്യയാക്കണം. 64 എന്ന് പറയുന്നവനെ കൃത്യംഗ സംഖ്യയാക്കണം എന്നുള്ള കാര്യം ഓർമ്മയിൽ വരണം. അപ്പൊ 2x അതുപോലെ തന്നെ എഴുതി വെച്ചു. 64 എന്ന് പറയുന്ന സംഖ്യയെ കൃത്യംഗ സംഖ്യയാക്കണം. ഇവിടുത്തെ ആധാര സംഖ്യ എത്ര? 2 അല്ലേ? അപ്പൊ അവിടുത്തെ ആധാര സംഖ്യയും 2 വരണ്ടേ? വരണോ? വരണം. അപ്പൊ എന്ത് ചെയ്യണം? 64 എന്ന് പറയുന്നവനെ 2 കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. 64 എന്ന് പറയുന്നവനെ താഴോട്ട് 2 കൊണ്ട് ഘടകക്രിയ ചെയ്യണം. 64നെ 2 കൊണ്ട് ഹരിച്ചാൽ ഘടകക്രിയ ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക, ഘടകക്രിയ ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക, 2 കൊണ്ട് ഘടകക്രിയ എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. എടാ കുഞ്ഞുങ്ങളെ, 64നെ 2 കൊണ്ട് ഹരിച്ചാൽ 32, 32നെ 2 കൊണ്ട് ഹരിച്ചാൽ 16, 16നെ 2 കൊണ്ട് ഹരിച്ചാൽ 8, 8ന് 2 കൊണ്ട് ഹരിച്ചാൽ 4, 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2, 2, 2, 2, 2. ഇനി ഒന്ന് നോക്കിക്കേ, 64 എന്ന് പറയുന്നവൻ ദാ പിടിച്ചോ, 1, 2, 3, 4, 5, 6. അതായത് 64 എന്ന് പറയുന്നവൻ 2 എന്ന് പറയുന്നവന്റെ 6 കൃതികൾ ചേരുന്നതാണ്. അല്ലെങ്കിൽ 2നെ 6 തവണ ഗുണിക്കുമ്പോഴാണ് 64 കിട്ടുന്നത്. 2നെ 6 തവണ ഗുണിക്കുമ്പോഴാണ് 64 കിട്ടുന്നത്. 2നെ 6 തവണ ഗുണിക്കുമ്പോഴാണ് 64 കിട്ടുന്നത്. ഇനി നോക്കിക്കേ, 2x എന്ന് പറഞ്ഞാൽ 2/6 ആണെന്ന് പറയുന്നു. മക്കളെ, 2 കൃത്യംഗ സംഖ്യകൾ തുല്യമായിരിക്കുകയും അതിന്റെ ആധാര സംഖ്യയും സെയിം ആണെങ്കിൽ, എടാ ഇവിടെ 2 കൃത്യംഗ സംഖ്യകൾ തുല്യമല്ലേടാ? ആണ്. അത് 2ന്റെ ആധാര സംഖ്യ സെയിം അല്ലേ? ആണ്. ഒരിക്കൽ കൂടി, 2 കൃത്യംഗ സംഖ്യകൾ തുല്യമായിരിക്കുകയും അവയുടെ ആധാര സംഖ്യ സെയിം ആണെങ്കിൽ, ആധാര സംഖ്യ ഒരുപോലെയാണ് ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും കൃതികൾ തുല്യമായിരിക്കും. ഉറപ്പായിട്ടും കൃതികൾ തുല്യമായിരിക്കും. പവർ സെയിം ആണ്, പവർ തുല്യമാണ്. അപ്പൊ ഉറപ്പിക്കുക നമുക്ക് x = 6, എക്സിന്റെ വില 6. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പൊ ഒന്നും കൂടെ, അതായത് കൃത്യംഗ സംഖ്യ ഒരു വശത്തുണ്ടെങ്കിൽ മറുവശത്തും കൃത്യംഗ സംഖ്യ ആക്കണം. അപ്പോൾ ഇവിടുത്തെ ആധാര സംഖ്യ 2 ആണെങ്കിൽ അവിടെ കിടക്കുന്ന മെയിൻ നമ്പർ ഉണ്ടല്ലോ, അവനെ 2 കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. അത്രേ ഉള്ളൂ. സോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 എന്ന് പറയുന്നവൻ 6 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. ആ ഇടതുവശത്ത് 2x എന്ന് പറയുന്നത് 2/6 ആണെന്ന് മനസ്സിലായി. 2 കൃത്യംഗ സംഖ്യകൾ തുല്യമാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ബേസ് നമ്പർ നോക്കുക, ആധാര സംഖ്യ നോക്കുക. ആധാര സംഖ്യയും തുല്യമാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഉറപ്പിച്ചു, പവറുകൾ സെയിം ആയിരിക്കും, പവറുകൾ തുല്യമായിരിക്കും. സോ അങ്ങനാണെങ്കിൽ എക്സിന്റെ വില എന്ന് പറയുന്നത് 6 ആണെന്നുള്ള കാര്യം ഷുവർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദാണ്ടേ, a⁻0 ദ ഹോൾ റൈസ് ടു 19ന്റെ വില എത്ര? a⁻0 ദ ഹോൾ റൈസ് ടു 19ന്റെ
വില എത്ര? വില എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു കൃത്യംഗ സംഖ്യയ്ക്ക് ഒന്നിലധികം പവറുകൾ ഉണ്ടെങ്കിൽ സാധാരണ ഒരു കൃത്യംഗ സംഖ്യയ്ക്ക് ഒരു പവർ അല്ലേ ഉള്ളൂ. സാധാരണ ഒരു കൃത്യംഗ സംഖ്യയ്ക്ക് ഒരു പവർ അല്ലേ കാണത്തുള്ളൂ. സാധാരണ ഒരു കൃത്യംഗ സംഖ്യയ്ക്ക് ഒരു പവറേ കാണത്തുള്ളൂ. ഒരു കൃത്യംഗ സംഖ്യയ്ക്ക് ഒന്നിലധികം പവറുകൾ ഉണ്ടെങ്കിൽ ആ പവറുകൾ തമ്മിൽ ഗുണിക്കുക. അതാണ് നമ്മൾ പറയുന്നത് a raised to m the whole raised to n is equal to a raised to mn. അതായത് ഒരു കൃത്യംഗ സംഖ്യയ്ക്ക് ഒന്നിലധികം പവറുകൾ ഉണ്ടെങ്കിൽ ആ പവറുകൾ തമ്മിൽ ഗുണിക്കുക. അങ്ങനാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഈ 0ഉം 19ഉം കൂടെ ഗുണിച്ചാൽ 19നെ 0 കൊണ്ട് ഗുണിച്ചാൽ ഒരു സംഖ്യയെ 0 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ ആൻസർ 0 അല്ലേ? ഒരു സംഖ്യയെ 0 കൊണ്ട് ഗുണിച്ച ആൻസർ 0 അല്ലേടാ? അപ്പൊ 19നെ 0 കൊണ്ട് ഗുണിച്ചാൽ 0. കേട്ടോ, a raised to 0 ആണ് ശരി ഉത്തരം. ഓപ്ഷനകത്തുണ്ടോ? ഇല്ല. ഇനി ഒരു കൃത്യംഗ സംഖ്യയുടെ പവർ 0 ആണെങ്കിൽ ആൻസർ എല്ലായ്പ്പോഴും 1 ആയിരിക്കത്തില്ലേ? ഒരു കൃത്യംഗ സംഖ്യയുടെ പവർ 0 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. എഴുതിയെടുത്തോണം. a raised to 0 is equal to 1. ഒരു കൃത്യംഗ സംഖ്യയുടെ പവർ 0 ആണെങ്കിൽ ആൻസർ എല്ലായ്പ്പോഴും 1 ആയിരിക്കും. അങ്ങനാണെങ്കിൽ മക്കളെ 1000 raised to 0ന്റെ വില എത്ര എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയണ 1. മനസ്സിലായോ? അങ്ങനാണെങ്കിൽ 10,000 raised to 0 എത്ര എന്ന് ചോദിച്ചാലും ആൻസർ 1 തന്നെയാണ്. അപ്പൊ ഏതൊരു കൃത്യംഗ സംഖ്യയുടെയും പവർ 0 ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരുന്നു. ദാ പിടിച്ചോ, നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരുന്നു. ക്ലിയർ ആയോ? ഒന്നും കൂടെ പറയണോ? നോക്ക്, ഒന്നിലധികം പവറുകൾ ഉണ്ടെങ്കിൽ ഗുണിക്കുക. 0നെ 19 കൊണ്ട് ഗുണിച്ചാൽ 0. അപ്പൊ a raised to 0 എന്ന് വന്നു. a raised to 0 എന്ന് പറഞ്ഞ ആൻസർ എത്ര? 1. അപ്പൊ എത്ര ഉത്തരം? ഓപ്ഷൻ എ. ഇത്രേ ഉള്ളൂ പരിപാടി. സിമ്പിൾ അല്ലേ? ഈ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, സമയം കളയണ്ട. മൂന്നാമത്തെ ചോദ്യം, 5 raised to 10ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്ന ചോദ്യം. 5 raised to 10 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ ഉണ്ടല്ലോ, അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറഞ്ഞാല് ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കത്തിനെ പറയുന്ന പേരാണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഒരു സംഖ്യ നമ്മൾ എഴുതുമ്പോൾ അതിന്റെ അവസാനത്തെ ഡിജിറ്റ് ഉണ്ടല്ലോ, ഒരു സംഖ്യയുടെ അവസാനത്തെ ഡിജിറ്റിനെ പറയുന്ന പേരാണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ്, യൂണിറ്റ് ഡിജിറ്റ്, അവസാനത്തെ അക്കം, ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ കൃത്യംഗ സംഖ്യ നോക്കുക, ഒരു കൃത്യംഗ സംഖ്യ നോക്കുക, ആധാര സംഖ്യ നോക്കുക, ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കം 0, 1, 5, 6 ആണെങ്കിൽ ആ സംഖ്യ തന്നെയായിരിക്കും ഉത്തരം. അങ്ങനാണെങ്കിൽ കുഞ്ഞുങ്ങളെ 5 raised to 10 ആണ് ചോദിച്ചത്. ആധാര സംഖ്യ 5 ആണോ? ആധാര സംഖ്യ 5 അല്ലേ? 5 എന്ന് പറഞ്ഞ 5 അല്ലേടാ? 5ന്റെ അവസാനത്തക്കം 5 അല്ലേ? 5 ആണെങ്കിൽ ഉത്തരം 5. കണ്ടോ? അങ്ങനാണെങ്കിൽ 16 raised to 100ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും കണ്ണും പൂട്ടി പറയും, സാറേ 16 എന്ന് പറയുന്ന സംഖ്യ അതാണ് ആധാര സംഖ്യ. ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കം 6 അല്ലേ? 6 ആണെങ്കിൽ ഉത്തരം 6, 0 ആണെങ്കിൽ ഉത്തരം 0, 1 ആണെങ്കിൽ ഉത്തരം 1, 5 ആണെങ്കിൽ ഉത്തരം 5, 6 ആണെങ്കിൽ ഉത്തരം 6. സംഭവം സിമ്പിൾ. കഴിഞ്ഞ് ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കം 0, 1, 5, 6 ആണെങ്കിൽ ആ സംഖ്യ തന്നെ ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. എഴുതി വെക്കണം. ആ പേപ്പറിനകത്തോട്ട് എഴുതിയിട്ട് ബോക്സിനകത്തോട്ട് എഴുതി വെക്കുക. ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കം 0 ആണെങ്കിൽ ഉത്തരം 0, 1 ആണെങ്കിൽ ഉത്തരം 1, 5 ആണെങ്കിൽ 5, 6 ആണെങ്കിൽ 6. പവർ നോക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, 0 raised to 100ന്റെ വില എത്ര? 0 raised to 100ന്റെ വില എത്ര? 0 raised to 100 എന്ന് പറഞ്ഞാല്
മക്കളെ 0-നെ 100 തവണ ഗുണിക്കുക. എടാ 0 എന്ന് പറഞ്ഞാല് 0-നെ 100 തവണ ഗുണിക്കുക. 0-നെ എത്ര തവണ ഗുണിച്ചാലും ആൻസർ 0 അല്ലേ? 0-നെ എത്ര തവണ ഗുണിച്ചാലും ആൻസർ 0 ആണ്. ഒരു സംഖ്യയെ 0 കൊണ്ട് ഗുണിച്ചാൽ പോലും ആൻസർ 0 ആണ്. ഒരു സംഖ്യയെ 0 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം 0. 0-നെ എത്ര തവണ ഗുണിച്ചാലും ആൻസർ 0. 0-നെ എത്ര തവണ ഗുണിച്ചാലും ആൻസർ 0. 0 കണ്ടുപിടിച്ച രാജ്യം ഇന്ത്യ. 0 കണ്ടുപിടിച്ച രാജ്യം ഇന്ത്യ. 0 കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ബ്രഹ്മഗുപ്തൻ. 0 കണ്ടുപിടിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാല് അത് ബ്രഹ്മഗുപ്തനാണ്. ഇതൊക്കെ ഓർത്തിരിക്കണം, പലതവണ PSC പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. 0 കണ്ടുപിടിച്ച രാജ്യം ഇന്ത്യയാണ്. 0 കണ്ടുപിടിച്ച വ്യക്തി ബ്രഹ്മഗുപ്തനാണ്. ഏതെങ്കിലും ഒരു സംഖ്യയെ 0 കൊണ്ട് ഹരിച്ചാൽ ആൻസർ ഇല്ല. എടാ 8-നെ 0 കൊണ്ട് ഹരിക്കാൻ ആരെങ്കിലും പറയുവാണെങ്കിൽ അവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് പറയണം ഹരിക്കാൻ പറ്റത്തില്ല. ഒരു സംഖ്യയെ 0 കൊണ്ട് ഹരിച്ചാൽ ആൻസർ എത്ര എന്ന് അവൻ വീണ്ടും നമ്മളോട് എടുത്ത് ചോദിക്കുക. എടാ 8-നെ 0 കൊണ്ട് ഹരിച്ച ആൻസർ എത്ര എന്ന് ചോദിച്ചാൽ ആദ്യം പറയണം ഹരിക്കാൻ പറ്റത്തില്ലെന്ന് പറയണം. പിന്നെ അവൻ എടുത്ത് ചോദിക്കുക എന്നാലും ഒന്നുമില്ല, പറ്റത്തില്ല എന്ന് തന്നെ പറയണം. അതായത് സാധ്യമല്ല, ഒരു സംഖ്യയെ 0 കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. തിരിച്ച് അവൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ മക്കളെ 0-നെ 8 കൊണ്ട് ഹരിച്ചാൽ എത്ര? 0-നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും ആൻസർ 0. 0-നെ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും ആൻസർ 0. 0-നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി 0 അല്ലേ? അതേപോലെ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ടൊരു പേപ്പറിനകത്ത് എഴുതി വെക്കണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു പേപ്പറിനകത്ത് എഴുതി വെക്കണം. അങ്ങനെയാണെങ്കിൽ 0-നെ 100 തവണ ഗുണിച്ചാൽ ആൻസർ ഉറപ്പായിട്ടും 0 ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ദാപിടി. 2/16 പകുതി എത്ര? കൊള്ളാം. 2/16 പകുതി എത്ര? മക്കളെ 2-ന്റെ ഒരു കൃതി പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിങ്ങനെ ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. 7/16 പകുതി എത്ര? അങ്ങനൊന്നും ചോദിക്കത്തില്ല. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 2-ന്റെ ഒരു പവർ തരും, എഴുതിയെടുക്ക്. 2-ന്റെ ഒരു പവർ തന്നിട്ട് അതിന്റെ പകുതി എത്ര എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയും സാറേ 2/16 പകുതി 2/8 ആണോ? അല്ല, പൊട്ട തെറ്റാ. എടാ 2-ൽ 2 ആധാരസംഖ്യ 2 പവർ എന്തെങ്കിലും അവന്മാര് തരും. 2/16 അതിന്റെ പകുതി എത്ര എന്ന് ചോദിച്ചാൽ മക്കളെ ആ പവറിൽ നിന്ന് ഒന്നും കുറച്ചാൽ മതി. പവറിൽ നിന്ന് 1 കുറയ്ക്കണം. 16ൽ നിന്ന് 1 കുറച്ച എത്ര? 16ൽ നിന്ന് 1 കുറച്ച എത്ര? 16 ആണെങ്കിൽ 15. പക്ഷെ ഇവിടെ എത്ര ഞാൻ ചോദിച്ചത്? 2/6. അപ്പൊ ഞാൻ പറഞ്ഞത് 2-ൽ 2 ആയിരിക്കും ആധാരസംഖ്യ. ആധാരസംഖ്യ 2 ആയിരിക്കുകയും പവർ എന്ത് പണ്ടാരം വേണേലും വന്നോട്ടെ. ആധാരസംഖ്യ 2 ആണോ? ആണ്. 2/6 പകുതി എത്ര? പവറിൽ നിന്ന് 1 കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ 6ൽ നിന്ന് 1 കുറച്ച എത്ര? 5. അപ്പൊ ഉത്തരം എത്ര? 2/5 ഈസ് ദ റൈറ്റ് ആൻസർ. കൊള്ളാം അല്ലെ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും 2/32 പകുതി എത്ര? 2/32 പകുതി എത്ര? 2/31. കണ്ടോ? 2/31. എടാ 2/40 പകുതി എത്ര? 2/40 പകുതി എത്ര? 2/39. എന്ത് ചെയ്യണം? പവറിൽ നിന്ന് 1 കുറച്ചാൽ മതി. 2/100 പകുതി എത്ര? 2/100 പകുതി എത്ര? ആൻസർ 2/99. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? അതായത് 2-ന്റെ ഏതെങ്കിലും ഒരു പവർ തന്നിട്ട് ഇവന്മാര് നമ്മളോട് പകുതി എടുക്കാൻ ചോദിക്കും. കണ്ണും പൂട്ടി പവറിൽ നിന്ന് 1 കുറയ്ക്കുക. ഇതാണ്ടേ പവർ 6, 1 കുറച്ചു 5. ആൻസറും കിട്ടി. 1 സെക്കൻഡ് പോലും എടുത്തോ? ഇല്ല. അടുത്തത് ഘടകങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കും. എന്തുവാ? ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നൊരു ചോദ്യം വരും.
സോ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്നൊരു ചോദ്യം ഉറപ്പായിട്ടും 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 പരീക്ഷയ്ക്ക് ചോദിക്കും. കാരണം ഞാൻ 3 തവണയാ പറഞ്ഞത്, അത്രമേൽ ഇമ്പോർട്ടന്റ്. ഉറപ്പായിട്ടും 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 പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഘടകങ്ങളുടെ എണ്ണം. സോ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആ സംഖ്യയുടെ ആധാര സംഖ്യ നോക്കണം. ആധാര സംഖ്യ എന്തുവാ? ഇവിടെ 6, അവിടെ 5 എന്ന് പറഞ്ഞാൽ മക്കളെ നമുക്ക് 5/1 എന്ന് എഴുതിക്കൂടെ? അങ്ങനെ എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. 5/1 എന്ന് പറഞ്ഞാൽ 5 അല്ലേടാ? 5/1 എന്ന് പറഞ്ഞാൽ 5നെ ഒരു തവണ ഗുണിക്കുക. 5 × 1 എന്ന് പറഞ്ഞാൽ 5 തന്നെയല്ലേ? അപ്പൊ 5നെ നമുക്ക് 5/1 എന്ന് എഴുതാം. അങ്ങോട്ട് നോക്കി, ഒന്നും കൂടെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ. 6/4 × 5/1 ഘടകങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. ഇത്തരത്തിലൊരു ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ആ ആധാര സംഖ്യ ഉണ്ടല്ലോ, ആ ആധാര സംഖ്യയിലെ ഓരോ സംഖ്യ പരിശോധിക്കുക. ഒരെണ്ണം 6, ഒരെണ്ണം 5. മക്കളെ, ആധാര സംഖ്യകൾ ഓരോന്നും അഭാജ്യ സംഖ്യകളായിരിക്കണം. എന്തായിരിക്കണം? ആധാര സംഖ്യകൾ ഓരോന്നും അഭാജ്യ സംഖ്യകൾ ആയിരിക്കണം. അത് റൂളാ. അപ്പൊ നിങ്ങൾ പറയും, സാറേ അഭാജ്യ സംഖ്യകൾ എന്തുവാ? അത് ഞങ്ങൾക്ക് അറിയത്തില്ല. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് മാത്രമേ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തുള്ളെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറയും. ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ എന്ന് ചോദിച്ചാല് ദാണ്ട പിടിച്ചോടാ. 2, 3, 5, 7, 11, 13, 17, 19, 23, 29 കാണാതെ പഠിച്ചു വെക്കണം. ഇത്രയെങ്കിലും അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാല് ആ സംഖ്യ കൊണ്ട് മാത്രമേ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തുള്ളൂ. മക്കളെ, 3നെ 3 കൊണ്ടല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും, സാറേ എന്താ ഒന്നുകൊണ്ട് പറ്റത്തില്ലെന്ന്. ഒന്നുകൊണ്ട് പറ്റും. ഞാന് ഒന്നല്ല ഉദ്ദേശിച്ചത്. ഒന്നും ആ സംഖ്യയും അല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ. അപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാ? പറയാം. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാ? 2. 2ന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഏക ഇരട്ട അഭാജ്യ സംഖ്യയാണ് 2. ഒന്നും കൂടെ പറയാം. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2. ഏക ഇരട്ട അഭാജ്യ സംഖ്യ 2. ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ ദാവിടി 3. ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ 3 ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവണം. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2, ഏക ഇരട്ട അഭാജ്യ സംഖ്യ 2, ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ 3. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവണേ. അപ്പൊ അതാണ്ടേ, ഈ 6 എന്ന് പറയുന്നവൻ അഭാജ്യ സംഖ്യ ആണോ? 6 എന്ന് പറയുന്നവൻ അഭാജ്യ സംഖ്യ ആണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? അഭാജ്യ സംഖ്യ ആക്കണം. എന്ത് ചെയ്യണം? അഭാജ്യ സംഖ്യ ആക്കണ്ടേ. അഭാജ്യ സംഖ്യ ആക്കണം. സോ 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതിക്കൂടെ? എടാ, 6നെ 2 × 3 എന്ന് എഴുതിക്കൂടെ? 2 × 3 എന്ന് എഴുതിയ പ്രശ്നങ്ങൾ അവസാനിച്ചില്ലേ? കാരണം 2 എന്ന് പറയുന്നവനും അഭാജ്യ സംഖ്യയാണ്, 3 എന്ന് പറയുന്നവനും അഭാജ്യ സംഖ്യയാണ്. അപ്പൊ 6നെ 2 × 3 എന്ന് എഴുതാം. പവർ മാറ്റം ഒന്നുമില്ല, 4 തന്നെ. 5/1 അതുപോലെ തന്നെ എഴുതി വെച്ചു. ബ്രാക്കറ്റ് കളഞ്ഞു കഴിഞ്ഞാല്, ബ്രാക്കറ്റ് ഒഴിവാക്കുവാണെങ്കിൽ 2/4 × 3/4 × 5/1 എന്ന് എഴുതാം. ഇങ്ങനെ കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ തന്നിരിക്കുന്ന കൃത്യംഗ സംഖ്യയുടെ ആധാര സംഖ്യകൾ അഭാജ്യ സംഖ്യകളല്ല. തന്നിരിക്കുന്ന കൃത്യംഗ സംഖ്യയുടെ ആധാര സംഖ്യകൾ അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ ആദ്യം അഭാജ്യ സംഖ്യ ആക്കണം. അഭാജ്യ സംഖ്യ ആക്കിയിട്ട് ആ ഒരു കൃത്യംഗ രൂപത്തേക്ക് എഴുതി വെച്ചതിന് ശേഷം മക്കളെ അവസാനത്തെ സ്റ്റെപ്പ് പിടിച്ചോ. ഇനി നിങ്ങൾ ചെയ്യേണ്ട ശ്രദ്ധിക്കുക,
പവറിന്റെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. 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 4, 4ന്റെ കൂടെ 1 കൂട്ടിയ 5, 4, 4ന്റെ കൂടെ 1 കൂട്ടിയ 5, 1, 1ന്റെ കൂടെ 1 കൂട്ടിയ 2, ഇവ തമ്മിൽ ഗുണിക്കുക. 5ഉം 5ഉം കൂടെ ഗുണിച്ച 25, 25ഉം 2ഉം കൂടെ ഗുണിച്ച 50. സെറ്റ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇത്രേ ഉള്ളൂ. അതായത് കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റിയിട്ട് പവറിന്റെ കൂടെ ഓരോന്ന് കൂട്ടുക, പവറിന്റെ കൂടെ ഓരോന്ന് കൂട്ടുക, പവറിന്റെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. പവറിന്റെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. മറന്നു പോകരുത്, മറന്നു പോകരുത്. ഉത്തരം ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ പിടി. ദാണ്ടേ ഘടകങ്ങൾ, 8 ഘടകങ്ങൾ മാത്രമായിട്ടുള്ള സംഖ്യ ഏത്? അതായത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ, ഇത് രണ്ടാമത്തെ ഓപ്ഷൻ, ഇത് മൂന്നാമത്തെ ഓപ്ഷൻ, ഇത് നാലാമത്തെ ഓപ്ഷൻ. ഇതിലെ ഏതോ ഒരു ഓപ്ഷന് ഘടകങ്ങളുടെ എണ്ണം 8. ഏത് ഓപ്ഷൻ ആണെന്ന് നിങ്ങൾ പറയണം. ഏതോ ഒരു ഓപ്ഷന് ഘടകങ്ങളുടെ എണ്ണം 8 ആണെന്നാ പറയുന്നത്. നമുക്ക് ആദ്യം ഇവന്റെ ഘടകങ്ങളുടെ എണ്ണം നോക്കാം. മക്കളെ, 2/2 ഇൻറ്റു 3/2 ഇൻറ്റു 5/2. ആധാര സംഖ്യകളെല്ലാം അഭാജ്യ സംഖ്യകളാണ്. ആധാര സംഖ്യകളെല്ലാം അഭാജ്യ സംഖ്യകളാണ്. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3, 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3, 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3. ഇതെല്ലാം കൂടെ ഗുണിക്കുക. 3 9, 9 3 27. ആ സംഖ്യക്ക് 27 ഘടകങ്ങളുണ്ട്. അപ്പൊ അതല്ല ആൻസർ. 8 വരുന്നത് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത പിടിക്കുക. ദാണ്ടേ പവർ 3. 2 3 ആണ് ആധാര സംഖ്യ, കുഴപ്പമില്ല. മക്കളെ, പവർ 3, 3ന്റെ കൂടെ 1 കൂട്ടിയാൽ 4. എടാ 3/1 എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അപ്പോൾ പവർ 1, 1ന്റെ കൂടെ 1 കൂട്ടിയാൽ 2, 4ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 8. ആൻസർ സെറ്റ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി കറക്റ്റ്. കാരണം രണ്ടാമത് കിടക്കുന്ന ഓപ്ഷന് 8 ഘടകങ്ങളാണുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ മൂന്നാമത്തെയും നാലാമത്തെയും വെറുതെ ഒന്ന് ചെയ്തു തരാമോ? ചെയ്തു തരാം, പേടിക്കണ്ട. ദാണ്ടേ 3 എന്ന് പറഞ്ഞാൽ 3/1. കൃതികളുടെ കൂടെ ഓരോന്ന് കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. എടാ 7ന്റെ കൂടെ 1 കൂട്ടിയാൽ 8, 1ന്റെ കൂടെ 1 കൂട്ടിയാൽ 2, 8ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 16. പിടിച്ചോ, 16 ഘടകങ്ങളുണ്ട്. 11 16 ഘടകങ്ങളുണ്ട്. 11 16 ഘടകങ്ങളുണ്ട്. 11 3/8. 3/8. 3 എന്ന് പറഞ്ഞാല് ആധാര സംഖ്യയാണ്. 8ന്റെ കൂടെ 1 കൂട്ടിയാല് 9. 9 ഘടകങ്ങളുണ്ട്. 9 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ 8 ഘടകങ്ങളായിട്ട് വരുന്നത് ഏതെന്ന് ചോദിച്ചാല് കണ്ണും പൂട്ടി നമ്മൾ എഴുതും ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ദാണ്ടേ അടുത്തത് 4/2001 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? അല്ലെങ്കിൽ അവസാനത്തെ അക്കം എത്ര? എടാ ഒറ്റയുടെ സ്ഥാനം കാണുക, അല്ലെങ്കിൽ അവസാനത്തെ അക്കം കാണുക, അല്ലെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് ചെയ്ത് അവസാനത്തെ അക്കം കാണുക. പഠിച്ചതാണ്. തരുന്ന കൃത്യംഗ സംഖ്യയിലേക്ക് നോക്കുക. ആ കൃത്യംഗ സംഖ്യയുടെ ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കം 0 1 5 6 ആണെങ്കിൽ ആ സംഖ്യ തന്നെയായിരിക്കും ഉത്തരം എന്ന് പഠിച്ചു. തന്നിരിക്കുന്ന ആധാര സംഖ്യ നോക്കുക, അല്ലെങ്കിൽ കൃത്യംഗ സംഖ്യ നോക്കുക. ആ കൃത്യംഗ സംഖ്യയുടെ ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കം 0 ആണെങ്കിൽ ഉത്തരം 0, 1 ആണെങ്കിൽ ഉത്തരം 1, 5 ആണെങ്കിൽ ഉത്തരം 5, 6 ആണെങ്കിൽ ഉത്തരം 6. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ തന്നിരിക്കുന്നത് 4 ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ബാക്കിയുള്ളതൊക്കെ ഇപ്പോ 0 1 5 6 അല്ലാതെ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. അപ്പൊ 2 3 4 7 8 9 2 3 4 7 8 9 2 3 4 7 8 9 2 3 4 7 8 9 ആണ് ചോദിക്കുന്നതെങ്കിൽ 2 3 4 7 8 9 ഇങ്ങനെയുള്ള നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്തെന്നറിയോ? ആ കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. മക്കളെ, കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. എടാ പിള്ളേരെ, കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. എപ്പോഴും അത് തന്നെ. 2
3 4 7 8 9 ഇങ്ങനെയുള്ള സംഖ്യകളാണ് ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കമായിട്ട് വരുന്നതെങ്കിൽ കൃതിയെ 4 കൊണ്ട് ഹരിക്കുക, കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. കൃതി 2021, 2021 4 കൊണ്ട് ഹരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും I4 20. ശിഷ്ടം നോക്കിയാൽ മതി, ശിഷ്ടമാണ് നോക്കേണ്ടത്. ശിഷ്ടം നോക്കിയാൽ മതി, ശിഷ്ടം നോക്കിയാൽ മതി, ശിഷ്ടം നോക്കിയാൽ മതി. ശിഷ്ടമാണ് നമുക്ക് വേണ്ടത്. ദാണ്ടേ I4 20 ശിഷ്ടം 1, ദാണ്ടേ ശിഷ്ടം 1. അപ്പോൾ തന്നിരിക്കുന്ന ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കം 0, 1, 5, 6 ആണെങ്കിൽ ആ സംഖ്യ തന്നെയായിരിക്കും ഉത്തരം. അല്ലാതെ 2, 3, 4, 7, 8, 9 ഇതിൽ ഒന്നും കൂടെ പാട്ടുപാടി അങ്ങ് വിളിച്ചാൽ മതി. 2, 3, 4, 7, 8, 9, 2, 3, 4, 7, 8, 9, 2, 3, 4, 7, 8, 9, 0, 1, 5, 6, 0, 1, 5, 6 ആണെങ്കിൽ ആ സംഖ്യ തന്നെയായിരിക്കും ഉത്തരം. അല്ലാതെ വരുന്ന 2, 3, 4, 2, 3, 4, 7, 8, 9, 2, 3, 4, 7, 8, 9 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ കൃതിയെ 4 കൊണ്ട് ഹരിക്കുക, കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. കൃതിയെ 4 കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം എടുക്കുക. ആ ശിഷ്ടം പുതിയ പവറായിട്ട് കൊണ്ടുവെക്കുക, ആ ശിഷ്ടം പുതിയ പവറായിട്ട് കൊണ്ടുവെക്കുക, ആ ശിഷ്ടം പുതിയ പവറായിട്ട് കൊണ്ടുവെക്കുക, ആ ശിഷ്ടം പുതിയ പവറായിട്ട് കൊണ്ടുവെക്കുക. ശിഷ്ടം 1 പുതിയ പവറായിട്ട് വെച്ചു. 4/1. നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കം 2, 3, 4, 7, 8, 9 ഇങ്ങനെയാണെങ്കിൽ കൃതിയെ 4 കൊണ്ട് ഹരിക്കുക, കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ കിട്ടുന്ന ശിഷ്ടമുണ്ടല്ലോടെ പിള്ളേരെ, അത് കൊണ്ടുവന്നിട്ട് പുതിയ പവറായിട്ട് വെക്കുക, പുതിയ പവറായിട്ട് വെക്കുക. അപ്പോൾ മക്കളെ ഒരു സംഖ്യയെ, സാധാരണ ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തൊക്കെ ശിഷ്ടം കിട്ടും? ഒന്നുകിൽ 1 കിട്ടും, അല്ലെങ്കിൽ 2 കിട്ടും, അല്ലെങ്കിൽ 3 കിട്ടും, അതും അല്ലെങ്കിൽ നമുക്കെന്തോ കിട്ടും? 0 കിട്ടും. ഇങ്ങനല്ലേ കിട്ടത്തുള്ളൂ. ഒന്നും കൂടെ, ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ എന്തൊക്കെ ശിഷ്ടം വരും? ഒന്നുകിൽ 1 വരാം, അല്ലെങ്കിൽ 2 വരാം, അതും അല്ലെങ്കിൽ 3 വരാം, അല്ലെങ്കിൽ 0 വരും. ഈ 1 വന്നാലും പവർ 1 എടുക്കുക, കണ്ടോ? 2 വന്നാൽ പവർ 2, 3 വന്നാലും 3. 0 വരുന്ന സമയത്ത്, 0 വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ കൃതി പുതിയ പവറായിട്ട് 0 വെക്കരുത്. 0 വരുമ്പോൾ മാത്രം നിങ്ങൾ പവർ 4 എടുക്കണം. പവർ 4 എടുക്കണം. പവർ 4 എടുക്കണം. എക്സാമ്പിൾ പറഞ്ഞാൽ മക്കളെ, എന്റെ ചോദ്യം 4/100 ആധാര സംഖ്യ 4, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര, അവസാനത്തെ അക്കം എത്ര എന്ന ചോദ്യം. എടാ 4/100 അല്ലേ? ആണോ? ആണ്. പവർ എന്തുവാ? 100. 100നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാറേ ഈ 4 എടുത്തത് കൊണ്ടാണോ 4 കൊണ്ട് ഹരിച്ചത്? അല്ലടാ. 2 വന്നാലും 3 വന്നാലും 4 വന്നാലും 7 വന്നാലും 8 വന്നാലും 9 വന്നാലും കണ്ണും പൂട്ടി പവറിനെ 4 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം എടുക്കുക, ആ ശിഷ്ടം പുതിയ പവറായിട്ട് കൊണ്ടുവന്ന് വെക്കുക. ഇവിടെ വേണ്ട പവർ 100, 100നെ 4 കൊണ്ട് ഹരിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ആ സംശയം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് വരും, സാർ ഈ 4 കൊണ്ട് ഹരിച്ചത് ഈ 4 ഇവിടെ 4 വന്നത് കൊണ്ടാണോ? അല്ല മക്കളെ, ദാണ്ടേ 7/100. ദാണ്ടേ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? അപ്പെഴുതാണ്ടേ 100നെ 4 കൊണ്ട് ഹരിച്ചു. മക്കളെ 100നെ 4 കൊണ്ട് ഹരിച്ചാൽ ഉറപ്പായിട്ടും ശിഷ്ടം 0 അല്ലേടാ വരുന്നത്. അപ്പൊ ഞാൻ എന്തോ പറഞ്ഞത്? ശിഷ്ടം 1 വന്നാൽ ഒരു കുഴപ്പമില്ല, 1 എഴുതുക. 2 വന്നാൽ 2, മക്കളെ 3 വന്നാൽ 3. പക്ഷേ 0 വരുവാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എടുക്കണം? 4 കൊടുക്കണം പവർ. അപ്പൊ നിങ്ങൾ പറയും, സാറേ 7/4 പറഞ്ഞാല് 7നെ 4 തവണ ഗുണിക്കുന്ന പരിപാടിയല്ലേ? ആണ്. പക്ഷെ വേറെ എളുപ്പവഴിയുണ്ട്. നിങ്ങൾ അവസാനത്തെ അക്കം മാത്രം പറഞ്ഞാൽ മതി. 7 × 7 എത്ര? 7 × 7 എത്ര? 49 അല്ലേ? ആ 49 പകരം 9 എന്ന് പറഞ്ഞാൽ മതി.
അവസാനത്തെ ഡിജിറ്റ് മാത്രം മതി. അവ 49നെ 9 എന്നെടുത്തു. എടാ 9 7 കൂടെ ഗുണിച്ചാൽ എത്ര? 9 7 63. 63ന് പകരം 3. ആ 3ന് വീണ്ടും 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 3 7 21. 1. നമ്മളുടെ ഉത്തരം 1. ഇങ്ങനെയാണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ അവസാനത്തെ അക്കം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ വേണം. പക്ഷെ ഈ ക്വസ്റ്റിന്റെ ഉത്തരം 4 ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകണം. സോ അങ്ങനാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ നടന്നു നീങ്ങാം. ചോദ്യം 3:2019 എന്നാ ചോദ്യം. ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം എത്ര, അല്ലെങ്കിൽ അവസാനത്തെ അക്കം എത്ര, അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? 3 വന്നാൽ 2 വന്നാലും 3 വന്നാലും 4 വന്നാലും 7 വന്നാലും 8 വന്നാലും 9 വന്നാലും പവറിനെ 4 കൊണ്ട് ഹരിക്കുക. പവർ 2019. സോ 2019നെ ഞാൻ 4 കൊണ്ട് ഹരിച്ചു. 5 4 20. 1 താത്തറക്ക് രക്ഷയില്ല, 0 കൊടുത്തു. വീണ്ടും 9 താത്തറക്കി. മക്കളെ 4 16. എടാ കുഞ്ഞുങ്ങളെ ശിഷ്ടം 3. ശിഷ്ടം 3 വന്നാൽ കുഴപ്പമില്ല. 0 വരുമ്പോ മാത്രമേ ഉള്ളൂ പവർ 4 എന്ന് എടുക്കുന്നത്. 3 വരുന്നതെങ്കിൽ കണ്ണം പൂട്ടി താണ്ടെ പുതിയ പവർ 3 തന്നെ അങ്ങ് എടുത്താൽ മതി. പക്ഷെ അവിടെ 0 വന്നായിരുന്നെങ്കിൽ പവർ 4. 1 വന്നാൽ 1, 2 വന്നാൽ 2, 3 വന്നാൽ 3, 0 വരുവാണെങ്കിൽ മാത്രം 4 എന്ന് എടുക്കണം. ഇനി 3 × 3 × 3 ഇതാണ്ടേ 3 × 3 എത്ര? 9. ആ 9നെ വീണ്ടും 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 9 × 3 27. 27ന്റെ അവസാനത്തെ അക്കം 7. ആൻസർ 7. പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സോ സിമ്പിൾ പരിപാടി. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. 128/5 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര, അല്ലെങ്കിൽ അവസാനത്തെ അക്കം എത്ര, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എത്ര എന്നാണ് ചോദ്യം. ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കം 8 ആണ്. ആധാര സംഖ്യയുടെ അവസാനത്തെ അക്കം 8 ആണ്. കണ്ണും പൂട്ടി പവറിനെ 4 കൊണ്ട് ഹരിക്കുക. പവർ 5 അല്ലേ? 5നെ 4 കൊണ്ട് ഹരിച്ചാല് എടാ 1 4 4 ശിഷ്ടം 1. അത് കൊണ്ടുവന്ന് പുതിയ പവറായിട്ട് വെക്കുക. 128 എന്ന് മൊത്തം എഴുതണ്ട, 8 എന്ന് എഴുതിയാൽ മതി. കാരണം നമുക്ക് വേണ്ടത് അവസാനത്തെ ഡിജിറ്റ് മാത്രം മതി. അവസാനത്തെ ഡിജിറ്റ് 8 മാത്രം എടുത്തെഴുതിയാൽ മതി. പുതിയ പവർ എന്ന് പറയുന്നത് പുതിയ ശിഷ്ടമാണ് പുതിയ പവർ. 8/1 8. നമ്മളുടെ ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. 2 3 4 7 8 9 ആണ് വരുന്നതെങ്കിൽ തന്നിരിക്കുന്ന കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. തന്നിരിക്കുന്ന കൃതിയെ 4 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം 1 ആണെങ്കിൽ ആൻസർ 1, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, 0 ആണെങ്കിൽ 4 എന്ന് നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ നടന്നു നീങ്ങുകയാണ്. ചോദ്യം 5/4 + 5/4 + 5/4 + 5/4 + 5/4ന്റെ വില എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് കണ്ണടിച്ച് നോക്കിക്കേ. അപ്പൊ നിങ്ങൾ പറയും സാറേ 5/4 എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടി വരുന്നു. 5 × 5 25, 25 × 5 125. ആ വൃത്തി കെട്ടവനെ വീണ്ടും 5 കൊണ്ട് ഗുണിക്കുമ്പോൾ വലിയൊരു സംഖ്യ കിട്ടും. അയ്യോ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുക എന്ന് പറഞ്ഞ ടാസ്ക് അല്ലേ? ടാസ്ക് ആണ്. വേറെ പരിപാടിയുണ്ട്. ദാണ്ടേ എടാ 5/4 ഇവിടെ ഉണ്ട് ഒരെണ്ണം, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 5/4 എന്ന് പറയുന്നവൻ എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ ഞാൻ ചോദിക്കുക മകളെ 3 + 3 + 3 + 3 + 3ന്റെ വില എത്ര? അപ്പൊ നിങ്ങൾ പറയും സാറേ ഇത് അങ്ങോട്ട് കൂട്ടിയാൽ പോരെ. 3 3 6, 6 3 9, 9 3 12, 12 3 15 അല്ലേ? ആണ്. പക്ഷേ ബുദ്ധിയുള്ളവൻ പറയും എന്തോ പറയുമെന്നറിയോ? 3 എന്ന് പറയുന്നവൻ 5. 3 എന്ന് പറയുന്നവൻ എത്ര എണ്ണം ഉണ്ട്? 3 എന്ന് പറയുന്നവൻ മക്കളെ 3 എന്ന് പറയുന്നവൻ 5 എണ്ണം ഉണ്ട്. 3 എന്ന് പറയുന്നവൻ 5 എണ്ണം ഉണ്ട്.
3 5 15 ഇത്ര ഉള്ള പരിപാടി. അങ്ങനാണെങ്കിൽ നമ്മൾ പറയും 5:4 എന്ന് പറയുന്നവൻ എത്ര എണ്ണം ഉണ്ട്? 5:4 എന്ന് പറയുന്നവൻ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. 5:4 എന്ന് പറയുന്നവൻ 5 എണ്ണം ഉണ്ട്. 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 താണ്ടേ 5 എന്ന് പറഞ്ഞാൽ 5:1 അല്ലേ? രണ്ടോ രണ്ടിലധികമോ കൃത്യംഗ സംഖ്യകളെ ഗുണിക്കുമ്പോൾ ആധാരസംഖ്യ സെയിം ആണെങ്കിൽ പവറുകൾ കൂട്ടിവെച്ചാൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട്. a⁻m × a⁻n = a⁻m+n എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ 5:4 × 5:1 എന്ന് പറഞ്ഞാല് 5:4 ഒന്നും കൂടെ കൂട്ടിയാൽ 5. നമ്മളുടെ ഉത്തരം ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇത്തരത്തില് വളരെ സിമ്പിൾ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ സീരീസ് മാത്രമായിരിക്കും നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷകളുടെ മാത്സിന്റെ ചോദ്യങ്ങൾ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സോ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം എന്നുള്ള കാര്യം കൂടെ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ഏത് നിലവാരത്തിലാണ് പഠിക്കുക എന്നുള്ള കാര്യത്തില് പലപ്പോഴും വ്യക്തത കുറവ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ നമ്മുടെ വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷകളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ ആശയക്കുഴപ്പം പരിഹരിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് മാത്സിന്റെ ക്ലാസ്സുകൾ ലെങ്തി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് 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 ഉപകാരപ്പെടാറുണ്ട് എന്നുള്ള മുൻ ക്ലാസ്സുകൾ കാണുമ്പോൾ അതിന്റെ കമന്റ് ബോക്സ് നിറയെ അങ്ങനെ കാണാറുണ്ട്. സോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര ലെങ്തി ആണെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ഒരു 5 മണിക്കൂറിന്റെ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യൂട്യൂബിനകത്ത് സംപ്രേഷണം ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ സജഷൻ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ഈ മാത്സിന്റെ ഈ വലിയൊരു ടോപ്പിക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് കൃത്യമായിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾ നോക്കിയേ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഒറ്റയുടെ സ്ഥാനത്തൊക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? അതുപോലെ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഡൗട്ട് അടിക്കാറുള്ള പല പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പഠിച്ചില്ലടാ. എടാ ഇതെല്ലാം ഓരോ മാർക്കാണ്. ഇങ്ങനെ സ്ഥിരമായിട്ട് കിട്ടുന്ന മാത്സിന്റെ ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്ക് വാങ്ങിക്കണം. 30 രൂപ കൊടുത്താൽ മതി. ആ ബുക്ക് വാങ്ങിച്ചിട്ട് അതിനകത്തേക്ക് കൃത്യമായിട്ട് ഡേ 1 ഡേ 2 ഡേ 3 എന്ന് പറഞ്ഞ് എഴുതി പിടിപ്പിച്ചു പോകണം. ഇത്തരം ക്ലാസ്സുകൾ കണ്ടാൽ മാത്രം പോലും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മാത്സിനകത്തെ ഒരു 10 16 17 മാർക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് പഠിക്കുമ്പോൾ എപ്പോഴും ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്നുള്ള വസ്തുത മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവർക്ക് മാത്രമേ ആ പരീക്ഷകൾ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഒരു ആശയക്കുഴപ്പവും വരാതെ കൃത്യമായ ഒരു മെന്റർഷിപ്പോട് കൂടി ഒരു മെന്റർ നിങ്ങളെ കൃത്യമായ ഡയറക്ഷനിൽ നിങ്ങളെ വഴി നഴിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ക്ലാസ്സുകളും അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളും അതേപോലെ ലൈവ് ക്ലാസ്സുകളും അതേപോലെ PDF നോട്ടുകളും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷനും മെന്റർഷിപ്പും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ കമ്പനി ബോർഡ് LGS പരീക്ഷകളുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലെ കേരള സർക്കാരിന്റെ ഒരു ടാഗ് നമ്മുടെ കഴുത്തിൽ വരണം എന്നുള്ള വലിയൊരു മോഹത്തിന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും ഈ ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയത്. കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ അതൊരു വലിയൊരു അവസരം, വലിയൊരു സാധ്യത കൂടി കൂട്ടുകയാണ് നമ്മളുടെ പ്രിപ്പറേഷനിലെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകൾ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ, താല്പര്യമൊന്നുമല്ല, നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നു, സാറേ കൃത്യമായ ഡയറക്ഷനിൽ കൂടാണ് എനിക്ക് പോകുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ എനിക്കിനി 6 മാസമേ ഉള്ളൂ, എനിക്ക് സ്വയം റിസ്ക് എടുക്കാൻ വയ്യ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് എനിക്കൊന്നും പോകാൻ വയ്യ, എനിക്ക് പരീക്ഷ നേടിയെടുക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചുകൾ അഡ്മിഷൻ എടുത്തുകൊണ്ട് ഇത്തരം ലൈവ് ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നടന്നു നീങ്ങുക എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കുറച്ച് ലെങ്തി ആയി പോയെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.